ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ ഐസിയുവിൽ തീപിടുത്തമുണ്ടായി. 6 രോഗികൾ മരിച്ചു, 5 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് നിഗമനം. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, എന്താണ് ഈ നടക്കുന്ന അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പുറത്തുവരുന്ന വിവരങ്ങൾ? ഷോർട്ട് സർക്യൂട്ടാണോ അപകടത്തിന്റെ കാരണമായി ഈ ഘട്ടത്തിൽ കണക്കാക്കുന്നത്? 5 പേരുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിനീത? ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാവുന്നത്. ഇത് ഈ ആശുപത്രിയുടെ 2ാം നിലയിലാണ് ഈ ICU ഉള്ളത്. ഈ 2ാം നിലയിൽ 2 ഭാഗങ്ങളിലായിട്ടാണ് ICU ഉള്ളത്. അതിൽ ആദ്യ ഭാഗത്ത് സെമി ICUവും ഒപ്പം തന്നെ മറുവശത്ത് ട്രോമ ICUവാണ് ഉള്ളത്. ഈ ആശുപത്രിയിലെ ICUവിലായി മാത്രം 24 രോഗികളാണ് ഉണ്ടായിരുന്നതായി ട്രോമ സെന്ററിന്റെ ഇൻചാർജ് ആയിട്ടുള്ള അനുരാഗ് ദാക്കത്ത് പറയുന്നുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ എങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് 6 രോഗികൾ മരിച്ചുവെന്നാണ്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക നിഗമനമായി പറയുന്നത്. ഈ കഴിയുന്നത്ര രോഗികളെ ICUവിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഈ ICU ആയതുകൊണ്ട് തന്നെ ഈ രോഗികളിൽ കൂടുതൽ ആളുകളും അബോധാവസ്ഥയിലൊക്കെ തന്നെയായിരുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും കഴിയുന്ന എത്ര ആളുകളെ ആ സ്ഥലത്ത് നിന്ന് മറുവശത്തേക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ട്രോളികളിലും മറ്റും കൊണ്ടുവന്ന ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ തന്നെ വളരെ പെട്ടെന്ന് അവരെ മാറ്റാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ 6 രോഗികളാണ് മരിച്ചത്. അവരെ പരമാവധി രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആശുപത്രി എത്തി അവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഭജൻലാൽ ശർമ്മ അദ്ദേഹം ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രി ജവഹർ സിംഗ് ബേദവും അദ്ദേഹവും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ സംഭവം നിർഭാഗ്യകരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂരിഭാഗം പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, പക്ഷെ അവരുടെ ചികിത്സയ്ക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ ICUവിൽ ആദ്യ ട്രോമ ICUവിൽ 13 പേരും സെമി ICUവിൽ 11 പേരുമാണ് ഉണ്ടായിരുന്നത്. ഈ രോഗികളിൽ കൂടുതൽ പേരും അബോധാവസ്ഥയിലായിരുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളെ അടക്കം അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. നിലവിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ICU ആണ്, ട്രോമ കെയർ ആണ്, അതുകൊണ്ട് തന്നെ അത്യാസന്ന നിലയിലുള്ള രോഗികളാണ് പലപ്പോഴും അവിടെ ഉണ്ടാവുക. അതീവ സുരക്ഷാ മേഖല എന്നൊക്കെ നമ്മൾ ആശുപത്രികളിൽ പറയുന്ന ഒരു മേഖല കൂടിയാണത്. എന്നിട്ടും ഇതെന്തുകൊണ്ട് സംഭവിച്ചു? കാര്യം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുമ്പോഴും എവിടെയോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് തോന്നാം ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരം ഈ അപകടത്തിന് കാരണം അതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ICU ആണ്. അവിടെയുള്ള കൂടുതൽ രോഗികളും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്, അല്ലെങ്കിൽ അത്യാസന്ന നിലയിലുള്ള രോഗികളാണ്. അതുതന്നെയാണ് നേരത്തെ ആ ഡോക്ടറും പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന രോഗികളിൽ കൂടുതൽ ആളുകളും അബോധാവസ്ഥയിലുള്ള രോഗികളാണ്. അവർക്ക് അത്തരത്തിലേക്കുള്ള അത്യാസന്ന നിലയിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്നത് ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷെ എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്ന് ഉള്ളതൊരു പ്രാഥമിക നിഗമനം മാത്രമാണ്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാക്കാൻ കഴിയൂ എന്ന് പോലീസ് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ തീപിടുത്തം ഉണ്ടാവുകയും പിന്നാലെ വിഷവാതകം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതാണ് ഈ കൂടുതൽ ആളുകളെയും ഈ 6 പേരുടെ മരണത്തിനിടയാക്കിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ജയ്പൂരിലെ ആശുപത്രിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 6 രോഗികൾ മരിച്ചിട്ടുണ്ട്, 5 പേരുടെ നില ഗുരുതരമാണ്. മുഖ്യമന്ത്രി അടക്കം ആശുപത്രിയിലേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.